കലീലയും ദിംനയും കലീലയും ദിംനയും. അടുത്തുള്ള മഹാവനത്തിൽ പിങ്കളകൻ എന്ന സിംഹം രാജാവായി വാണിരുന്നു. ശക്തിയിലും ബുദ്ധിയിലും അതിയായ അഭിമാനമുണ്ടായിരുന്ന അവൻ മറ്റാരുടെയും ഉപദേശം സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു ദിവസം ഷാൻസബ എന്ന കാളയുടെ ഉച്ചത്തിലുള്ള അലർച്ച കാട്ടിലൊട്ടാകെ മുഴങ്ങി. ഇതുവരെ അത്തരമൊരു ശബ്ദം കേട്ടിട്ടില്ലാത്ത പിങ്കളകൻ ഭയപ്പെട്ടു. അവൻ ഗുഹ വിട്ട് പുറത്തിറങ്ങാതെയായി. സിംഹത്തിന്റെ പരിചാരകരിൽ കലീലയും ദിംനയും എന്ന രണ്ട് കുറുക്കന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം ദിംന കലീലയോട് ചോദിച്ചു, സഹോദര, സിംഹം തന്റെ ഗുഹ വിട്ടിറങ്ങാതെ ഇരിക്കുന്നതിന്റെ കാരണം എന്താകാം? കലീല മറുപടി പറഞ്ഞു, രാജാവിന്റെ കൽപ്പന അനുസരിക്കുകയാണ് നമ്മുടെ ജോലി. അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് അപകടകരമാണ്. അവനൊരു കഥ പറഞ്ഞു. ഒരു മരപ്പണിക്കാരൻ വലിയൊരു മരത്തടി രണ്ടായി പിളർക്കുന്നത് ഒരു കുരങ്ങ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. മരപ്പണിക്കാരൻ പോയപ്പോൾ കുരങ്ങ് ആ ജോലി അനുകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആപ്പ് വലിച്ചൂരിയ അവന്റെ വാൽ മരത്തിനിടയിൽ കുടുങ്ങി. അവൻ വേദനയിൽ അലറിക്കരഞ്ഞു. സ്വന്തം കഴിവിനതീതമായ കാര്യങ്ങളിൽ ഇടപെടുന്നവന് ഈ കുരങ്ങിന്റെ വിധിയാണ് ലഭിക്കുക. എന്നാൽ ദിംന വഴങ്ങിയില്ല. ഉന്നതർ ചെറിയ സ്ഥാനങ്ങളിൽ തൃപ്തരാകുകയില്ല. നായ ചെറിയ അസ്ഥികഷ്ണത്തിൽ സന്തോഷിക്കും. എന്നാൽ സിംഹം ചെറിയ ഇരയിൽ തൃപ്തനാകുകയില്ല. മഹത്തായ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നവരാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. കലീല പറഞ്ഞു, മഹത്വത്തിലേക്ക് ഉയരാൻ പ്രയാസമാണ്, പക്ഷേ അതിൽ നിന്ന് വീഴാൻ വളരെ എളുപ്പമാണ്. ഒരാളുടെ മുതുകിൽ ഒരു ഭാരമുള്ള കല്ല് ഉയർത്തുന്നതിന് വലിയ ശ്രമം ആവശ്യമാണ്, പക്ഷേ അത് വീണ്ടും താഴേക്ക് എറിയുന്നത് എളുപ്പമാണ്. എന്നിരുന്നാലും വിജയത്തിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ഉയരാൻ ശ്രമിക്കുന്നതിൽ നിന്ന് നമ്മെ തടയരുത്. സിംഹം അസ്വസ്ഥനാണെന്ന് നീ കരുതുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞാൻ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താണ് മറഞ്ഞിരിക്കുന്നത് ഒരു ചിന്താശേഷിയുള്ള നിരീക്ഷകന് മനസ്സിലാക്കാൻ കഴിയും. അവന്റെ ബാഹ്യ പെരുമാറ്റം പഠിക്കുന്നതിലൂടെ. സിംഹം നിങ്ങളെ അവന്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കുമെന്ന് കരുതുക. അവൻ നിങ്ങളോട് അനുകൂലമായി പെരുമാറുമെന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? കഠിനാധ്വാനത്തിലൂടെയും ജ്ഞാനപൂർവമായ പെരുമാറ്റത്തിലൂടെയും ഞാൻ എന്റെ മൂല്യം തെളിയിക്കും. അന്യായമായി അപമാനിക്കപ്പെടുമ്പോൾ ക്ഷമ കാണിക്കും, ശാന്തത പാലിക്കും, മര്യാദയോടെ പെരുമാറും. പൊതുജീവിതത്തിൽ ബഹുമാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ഗുണങ്ങൾ ആവശ്യമാണ്. രാജാവിന്റെ അടുപ്പം അപകടകരമാണ്. രാജാവിനെ വിശ്വസിക്കൽ, സ്ത്രീയോട് രഹസ്യം പറയൽ, പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി വിഷം കുടിക്കല്, ഇവ മൂന്നും മനുഷ്യൻ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു രാജാവ് പഴങ്ങൾ, വിലയേറിയ കല്ലുകൾ, ഔഷധസസ്യങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഒരു കുത്തനെയുള്ള പർവ്വതം പോലെയാണ്. എന്നാൽ അതേ പർവ്വതം അപകടകരമായ വന്യമൃഗങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അതിൽ കയറുന്ന ഒരു പുരുഷന് നിധികൾ ലഭിച്ചേക്കാം.